സർക്കാർ വഖഫ് ബോർഡ് സർക്കാർ നിയമിച്ചാണ് ഈ വഖഫ് ബോർഡ്. അവരോട് പറയണം ഇത് വഖഫ് ഭൂമിയല്ല, ഇത് അവിടുത്തെ പാവപ്പെട്ടവർക്ക് അനുവദിച്ച ഭൂമിയാണ്. അതുകൊണ്ട് കോടതിയിൽ വഖഫ് ബോർഡ് ഇത് വഖഫ് ഭൂമി അല്ല എന്നുള്ള നിലപാടെടുക്കണം. അല്ലെങ്കിൽ കോടതിക്ക് പുറത്ത് ഇത് സെറ്റിൽ ചെയ്യണം. യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നത് ദൈവപ്രീതിക്ക് വേണ്ടി അർപ്പിക്കുന്ന ഒരു സ്വത്താണ്. അതിൽ പരലോക പ്രതിഫലമാണ് ഉദ്ദേശ്യം. ഇതാണ് മുനമ്പം വഖഫിന്റെ ആധാരം. ഈ ആധാരമാണ് പറയേണ്ടത് അത് വഖഫാണോ അല്ലയോ എന്ന്. സംഘടനകളല്ല, വ്യക്തികളല്ല. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കൃത്യമായി പറയുന്നുണ്ട്. ഫാറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി അന്നത്തെ ഫാറൂഖ് കോളേജ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ ഖാൻ ബഹദൂർ കെ ഉണ്ണിക്കമ്മു സാഹിബിന് എഴുതി കൊടുത്ത വഖഫ് ആധാരം എന്നതിൽ പറയുന്നുണ്ട്. സിദ്ദീഖ് സേട്ട് എഴുതി കൊടുത്ത വഖഫ് ആധാരം ഇതാ കാണുന്നു. ഇതിൽ കാണുന്നത് വഖഫ് ആധാരം എന്നാണ്. അപ്പോൾ ഈ വഖഫ് ആധാരമാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നതുകൊണ്ട് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തതല്ല, രജിസ്റ്റർ ഓഫീസിൽ. ഇത് സാധാരണ ഭൂമി രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് വഖഫാണോ അല്ലയോ മറ്റെന്തെങ്കിലും ആണോ എന്ന് കാണിക്കും. ഇത് വഖഫായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറയാൻ ഒരാശങ്കയും വേണ്ട. അത് വഖഫ് ഭൂമിയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കവുമില്ല. 404 ഏക്കർ 76 സെന്റ്